ശ്രീധുവിന്റെ ഗെയിം എക്സ്പോസ് ചെയ്ത് നോറയെ പൊളിച്ചടുക്കി തകർത്ത് ജാസ്മിൻ. എന്തൊക്കെയാണ് നടക്കുന്നത്? ടിക്കറ്റ് ഫിനാലെ കിട്ടിയാലേ മുന്നോട്ട് പോകൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അല്ലാതെ ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ യോഗ്യതയില്ലാത്ത വ്യക്തി ആരാണ് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. ഏറ്റവും കൂടുതൽ പേര് ജാസ്മിന്റെ പേര് പറയുന്നു അവിടെ. പിന്നെ നടക്കുന്നത് നോറയും ജാസ്മിനും തമ്മിലുള്ള ഒരു അങ്കത്തട്ടാണ്. പക്ഷേ ഇവിടെ നോറ ശ്രീധുവിനെ എക്സ്പോസ് ചെയ്യുന്നു. വാ തുറക്കാതെ ഇരിക്കുന്നതല്ല ബിഗ് ബോസ്, ബഹളം വെക്കുന്നതല്ല ബിഗ് ബോസ്. വാ തുറക്കണം, നിലപാടുകൾ പറയണം. നിങ്ങൾ സംസാരിക്കുന്നില്ല, എന്നിട്ട് നിങ്ങൾ പറയും എനിക്ക് ബഹളം വെക്കാൻ ആഗ്രഹമില്ലെന്ന്. ശ്രീധുവിനോട് നിങ്ങൾക്ക് ബഹളം വെക്കണ്ട, നിങ്ങളുടെ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ തുറന്നു പറയണം, തീരുമാനങ്ങൾ. അത് പ്രേക്ഷകരോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നിങ്ങളെ പ്രേക്ഷകർ കണക്ട് ചെയ്തെന്ന് നോറ പറയുന്നു. തിരിച്ച് ഈ ജാസ്മിന്റെ ചേഷ്ടകളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ജാസ്മിനോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് നോറ പറയുമ്പോൾ ഇവിടെ ജാസ്മിൻ പറയാണ് നിന്റെ ഈ ചേഷ്ട ഞാനങ്ങ് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തെന്ന്? നിന്റെ സകല രഹസ്യങ്ങളും കള്ളങ്ങളും എനിക്കറിയാം. ഒരു 5 മിനിറ്റ് എന്നോട് ഇന്ന് സംസാരിക്ക്. ക്യാമറയുടെ മുന്നിൽ പോയിരുന്നല്ല വർത്താനം പറയേണ്ടത്. ഇവിടെ എന്റെ കൂടെ സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് വാ. നോറയ്ക്ക് പറ്റത്തില്ല. കാര്യം നോറയുടെ എല്ലാ കാര്യവും എനിക്കറിയാം. അതുകൊണ്ട് നോറയ്ക്ക് ഈ ജന്മം പറ്റത്തില്ല. ഓക്കെ, ക്യാമറയുടെ മുന്നിൽ പോയി പറയാനല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മളോട് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ബിഗ് ബോസ് ചോദിച്ച ചോദ്യം അറിയാമല്ലോ, ടിക്കറ്റ് ഫിനാലെ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരാൾ ആരാണ്? അല്ലാതെ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാരാണ്? അപ്പൊ ഞാൻ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. ഒരുപാട് പേര് പറഞ്ഞു. അവസാനം പറഞ്ഞത് ശ്രീധു, അവസാനം നോറയാണ് വന്നിരിക്കുന്നത്. നോറ വന്നിട്ട് പറഞ്ഞത് ശ്രീധുവിന്റെ കാര്യമാണ്. ഇതുവരെ അത് ആരും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ ശ്രീധുവിന്റെ ഗെയിം അതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഗെയിം അങ്ങോട്ട് എക്സ്പോസ് ചെയ്തിട്ടില്ല. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നോറയ്ക്ക് കുറച്ചും കൂടെ മുന്നോട്ട് കയറി വരായിരുന്നു. അപ്പൊ ഇവിടെ നോറ പറയുന്നത് ശ്രീധുവിനെ കുറിച്ച്, ശ്രീധു ഇവിടെ സംസാരിക്കുന്നില്ല. വല്ലതും ടാസ്കിൽ കളിക്കും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേറെ ആൾക്കാരോടൊക്കെ കുറച്ച് സംസാരിക്കാത്രേ ഉള്ളൂ. അതിന് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറയുന്ന കാര്യം എനിക്ക് ശബ്ദമുണ്ടാക്കാൻ താല്പര്യമില്ല. ശ്രീധു ഇത് പറയലുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ ശബ്ദമുണ്ടാക്കില്ലേ, ഞാൻ നിങ്ങളോട് ബഹളം വെക്കലില്ലേ എന്ന് പറയും. ബഹളം വെക്കുന്നതോ ശബ്ദം ഉണ്ടാക്കുന്നതോ അല്ല ബിഗ് ബോസ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളും വ്യക്തിത്വവും നിലപാടുകളും തീരുമാനങ്ങളും വാ തുറന്ന് പറയാൻ പറ്റണം. അതാണ് ബിഗ് ബോസ്. നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുന്നില്ലേ എന്ന് നോറ പറയുന്നു. നിങ്ങളുടെ തീരുമാനങ്ങൾ പ്രേക്ഷകർ കാണണം, അതിലൂടെ നിങ്ങൾക്ക് വോട്ട് കിട്ടണം. അതാണ് ബിഗ് ബോസ്. അങ്ങനെയാണ് നിൽക്കേണ്ടത്. ശ്രീധു അങ്ങനെ നിൽക്കുന്നില്ല. കാര്യം ശ്രീധു വാ തുറന്ന് സംസാരിക്കുന്നേ ഇല്ല. ഈ ഒരു കാര്യം പറയാനാണോ 80 ദിവസം എടുത്തത്? ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ ശ്രീധുവിന്റെ ഗെയിം പൊളിക്കായിരുന്നല്ലോ. ശ്രീധു ഇപ്പൊ നന്നായിട്ട് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നേരെ ജാസ്മിനിലേക്ക് എത്തിയേ. അപ്പൊ ജാസ്മിൻ അവിടെ ഇങ്ങനെ കുറച്ച് നേരത്തെ ഇങ്ങനെ ഇരിക്കുകയാണ് ജിൻഡോ കാക്കയുടെ അടുത്ത്. നിങ്ങൾ ഇങ്ങോട്ട് വാ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. കാര്യം ജിൻഡോ തൊട്ട് മുന്നേ ജാസ്മിന്റെ പേരാ പറഞ്ഞത്. ഇങ്ങോട്ട് വാ മനുഷ്യ, നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് കുറച്ച് നേരമായിട്ട് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് കുറച്ച് കൂടുതലാണല്ല, പ്രത്യേകിച്ച് ആ വീട്ടുകാർ വന്ന് പോയ ശേഷം എന്തെങ്കിലും ക്ലൂ കിട്ടിയ വല്ല ടോപ്പ് 5 വല്ലതും എത്തുമെന്ന് ഉറപ്പിച്ച, അതോ ഇനി വല്ല വിജയിയായെന്ന് വല്ല വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇവള് കുറേ ദിവസമായിട്ട് കിടന്ന് ബിഗ് ബോസ് നോക്കുകയാണ്. കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്ഷമിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ജാസ്മിൻ ഇങ്ങോട്ട് വാ മനുഷ്യ, നിങ്ങൾക്ക് തരാം നുള്ളും പിച്ചൊക്കെ തരും നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നോറ. അടുത്ത പേര് ജാസ്മിൻ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം ജാസ്മിൻ്റെ ചേഷ്ടകൾ, അത് സിജോയിന്ന് കിട്ടിയ വാക്കാണ്. ജാസ്മിൻ്റെ ചേഷ്ടകൾ ദാ കണ്ടില്ലേ, ഒരാൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും, പിന്നെ ചില ദിവസം മാറി കാണിക്കുന്നു, ചില ദിവസം മാറ്റം കാണിക്കുന്നില്ല. പിന്നെ ദാ കണ്ടില്ലേ, അപ്പോഴത്തേക്ക് ജാസ്മിൻ അവിടെ ഇരുന്നുണ്ടേ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആര് ജിൻഡോനെ, നിങ്ങളെ ഞാൻ ഇന്ന് കണ്ടില്ലേ, ദാ കണ്ടില്ലേ, ഇപ്പൊ തന്നെ എക്സാമ്പിൾ കണ്ടില്ലേ ഈ ജാസ്മിൻ കാണിക്കുന്നത്. പിന്നെ ചേഷ്ട ഇങ്ങനെ കാണിക്കുന്നുണ്ട് നോറനെ നോക്കിയിട്ട്. അപ്പൊ ബിഗ് ബോസ്, ജാസ്മിൻ എന്താണിത്? ടാസ്ക് അല്ലേ നടക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? എനിക്കൊരു കാര്യം പറയാനുണ്ട് ബിഗ് ബോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, ഇവിടെയുള്ള എല്ലാവരും എന്നെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നോറ പറയുമ്പോൾ മാത്രം എന്താണെന്ന് ഇത് പറഞ്ഞ പച്ച കള്ളമായുണ്ട്. ഇന്നലത്തെ മാറ്റം, എന്ത് മാറ്റം, എനിക്ക് എന്ത് മാറ്റം? അപ്പൊ നോറ ഉടനെ അവിടെ ഇരുന്നുണ്ട് എന്ത് മാറ്റമാണുള്ളത്? അപ്പൊ നോറ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇത്രയ്ക്ക് വഴക്കിടേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ജാസ്മിൻ, ഇന്നലെ എനിക്ക് ദേഷ്യം വന്നു. ആ ലക്ഷറി ബഡ്ജറ്റിന്റെ കാര്യം ഇരുന്ന് സംസാരിക്കാൻ എത്ര പേര് ഇവിടെ ഉണ്ട്? എന്നിട്ട് എവിടെ ഇരുന്ന് സംസാരിക്കാത്ത എന്തേ? അല്ല, ജാസ്മിൻ ഇരുന്ന് സംസാരിക്കാറില്ല. അത് ഞാൻ മെയിൻലി പറഞ്ഞ കാര്യമാണ്. അത് തന്നെ പറഞ്ഞത് ജനങ്ങൾ എപ്പോൾ നോക്കിയാലും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നോറ. ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടാ. എന്നിട്ട് ഈ പറഞ്ഞ ആള് ക്യാമറയോട് മാത്രം പോയി സംസാരിക്കും. ക്യാമറയോട് മാത്രം.
പിന്നെ പറയുന്നു പേഴ്സണൽ ഗ്രഡ്ജ് പോലും. ആദ്യത്തെ ആഴ്ച ഏതോ ഒരു ടാസ്കിൽ ആദ്യത്തെ ദിവസം പറഞ്ഞത് ആ ഇമോഷണലി വീക്ക് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് പറയുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് എനിക്കാണ് പോലും. ഇത്ര പേര് നിങ്ങൾ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഇത്ര പേര് എന്നെ കുറിച്ചാണ് പറഞ്ഞത് ഞാനാണ് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലെന്ന്. ജാസ്മിൻ പറയാണ് ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല. പക്ഷേ ഞാൻ ആരോടെങ്കിലും എതിർത്തോ? പക്ഷെ ഇതിനോട് എതിർക്കാൻ കാരണം പച്ച കള്ള വിളിച്ച് പറയണത്. ക്ലാരിറ്റി ഇല്ല. സായിയോട് സംസാരിച്ചു നോറ, എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിയോ? സായി ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഡിനൈ അല്ലല്ല. സായിക്ക് ക്ലാരിറ്റി കിട്ടിയോ? അതെന്ന് പറഞ്ഞാൽ ഒരു പാത്ത് ഓഫ് ഓഡിറ്റിങ്. ഞാൻ ഹലോ സായിക്ക് ഇല്ല എനിക്ക് കിട്ടി. അത് തന്നെ ക്ലാരിറ്റി കിട്ടൂല. നോറ സംസാരിക്കുന്നതിൽ ക്ലാരിറ്റി കിട്ടൂല. നോറ എപ്പോഴാ സംസാരിക്കണം എന്നറിയാമോ? പുള്ളിക്കാരിക്ക് തിരിച്ചു പറയാൻ പൂർണ്ണമായി അറിയാവുന്ന കാര്യങ്ങൾ മാത്രം. ചേഷ്ടകളാണ്. ഈ ചേഷ്ടകളെന്ന് കിട്ടിയ സിജോയുടെ എടുത്തുന്നല്ലേ. വല്ലവന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന വേർഡ്സ് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? പറയുന്നതൊക്കെ നുണകൾ മാത്രം. അപ്പൊ ശ്രീതു വെരി ഗുഡ്, നന്നായി പോയി. എനിക്ക് അതിനു വേണ്ടി വാ തുറക്കേണ്ട ആവശ്യം വന്നില്ല. ഭാഗ്യം എക്സ്പോസ് ആയില്ല. അതുകൊണ്ട് ശ്രീതു ഇങ്ങനെ ഇരിപ്പുണ്ടേ. നന്നായി. ജാസ്മിൻ സംസാരിക്കുന്നു. ഇനി എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ജാസ്മിൻ നെഗറ്റീവ് ആയിക്കോളും. ഞാൻ രക്ഷപ്പെട്ടു. പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ജാസ്മിൻ കമോൺ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് നോറയ്ക്ക് ആകെ കൂടെ വല്ലവന്റെ ഉള്ള വാക്ക് മാത്രമുണ്ട്, ചേഷ്ട. അല്ലാതെ നോറയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? വെരി ടാലന്റഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടാലന്റ് വല്ലതും കാണിക്കണം കേട്ടാ. ഞാനൊന്നും കണ്ടിട്ടില്ല ടാലന്റ്. അത് കഴിഞ്ഞ് സിജോ അതേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മളൊരു ടാസ്ക് വരുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ മുന്നിലും നമ്മൾ ഇച്ചിരി മര്യാദയോടെ പെരുമാറണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പം നോറ അവിടെ നിന്ന് പറിക്കൽ തുടങ്ങി. താഴെ ഇരുന്ന് പറിക്കലാണ് ഇപ്പം മിക്കവാറും ആ മാറ്റ് മൊത്തം പറിച്ചെടുക്കും. ഫുൾ പറിക്കുന്നുണ്ട്. എനിക്ക് നിന്നോടിരുന്ന് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ഓഹോ, അപ്പൊ പിന്നെ ആരോടാണാവോ ഇരുന്ന് സംസാരിക്കാൻ താല്പര്യം? ഇരുന്ന് സംസാരിക്കാൻ താല്പര്യമില്ല പോലും. വന്നാട്ടെ, ഞാൻ പറയാം, ഇവിടെ വന്ന് ഇരുന്ന് സംസാരിച്ചോ. ഇരുന്ന് സംസാരിക്കൂല. കാര്യം എന്നറിയാമോ? എല്ലാ കടത്തരങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് എന്നോട് ഇരുന്ന് സംസാരിക്കൂല. അപ്പോൾ ഉടനെ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നീ പെടണ്ട. ചേഷ്ടകൾ മാറ്റാൻ വേണ്ടി വന്നേക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടാ. പിന്നെ ഈ ചേഷ്ട മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതാണ് സംഭവം. അപ്പൊ നോറയുടെ ശ്രീധുവിന്റെ ഗെയിം നോറ ഒന്ന് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രീധുവിന് അതങ്ങോട്ട് പൊട്ടണതിന് മുന്നേ ജാസ്മിൻ അങ്ങ് പൊട്ടി ആ സ്പേസ് അങ്ങ് എടുത്തു. അത് തിരിച്ച് ജാസ്മിൻ നോറയുടെ ഗെയിമല്ല, ജാസ്മിനെതിരെയുള്ള ആരോപണങ്ങൾ പൊളിച്ചടുക്കി. പിന്നെ നോറയുടെ ഗെയിം പണ്ടേ എക്സ്പോസ് ആയി. ഇനി അടുത്ത് ഋഷി പറഞ്ഞത് ശ്രീധുവിനെയും നോറേനെയാണ്. പലതും ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. ജാസ്മിൻ പറഞ്ഞത് നോറയ്ക്ക് ടിക്കറ്റ് ഫിനാലിയുടെ ആവശ്യമുണ്ട്. അഭിഷേക്, ഞാൻ കഴിഞ്ഞ വട്ടം അഭിഷേക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും ജാസ്മിൻ വിചാരിക്കുന്നത് അഭിഷേക് വളരെ താഴോട്ടാണെന്നാണ് വിചാരിക്കുന്നത്. അതിനെക്കാട്ടി സായി നോറയുടെ ജേർണി എന്ന് പറയുന്നത് പല ടാസ്കുകളിലും പ്രേക്ഷകർ കണ്ടിട്ട് അതിൻ്റെ ഓഡിറ്റിങ്ങിലൂടെ ടാസ്ക് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ഇങ്ങനെയല്ല പറയേണ്ടത്. ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസ്. ഇതാണ് സെയിം സംഭവം. പിന്നെ ശ്രീധു സെയിം തിങ്. അത് കഴിഞ്ഞിട്ട് സിജോ നോറയുടെ ജേർണി. ബിഗ് ബോസിനോട് എവിക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം, അതായത് ബിഗ് ബോസിന്റെ ഒരു വീക്കെൻഡിൽ നമ്മൾ എവിക്റ്റ് ആവുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യണതെല്ലാം ശരിയാവണമെന്നില്ല. നോറയുടെ വിചാരം അതാണെങ്കിൽ അത് തെറ്റി. പിന്നെ ജാസ്മിൻ 100 ദിവസം നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഇവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. പല പ്രവൃത്തികൾ, സൗഹൃദം എല്ലാം. അടുത്ത അർജുൻ വന്നിട്ട് പറയുന്നത് നോറേനെയാണ് പറയുന്നത്. നോറയ്ക്ക് വളരെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഇല്ല. സായി അർജുൻ പറഞ്ഞ സായിനെ കുറിച്ചാണ് നല്ല വാലിഡ് പോയിന്റാണ് പറഞ്ഞത്. ഫിസിക്കൽ കണ്ടീഷൻസ് പ്രശ്നമാണ്, പക്ഷേ ഗ്രാഫ് എന്ന് പറഞ്ഞ സംഭവം സായിക്കില്ല. സായി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നില്ല പ്രേക്ഷകരിൽ. പിന്നെ ഷോയിനെ കുറിച്ച് ഡൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു പ്ലെയറിന് എന്തിനാണ് ഈ ഷോയിനോടേ സായിക്ക് താല്പര്യമില്ല. പിന്നെ എന്തിന് ഗെയിം കളിക്കുന്നു? മാറി എവിടെയെങ്കിലും പോയിരുന്നൂടെ, അല്ലെങ്കിൽ വായു തുറന്ന് ബുക്കൂടെ. അത് കഴിഞ്ഞ് അഭിഷേക് ജാസ്മിനെ പറയുന്നു കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്, എല്ലാം ഫെയിലായി, ലക്ക് കൊണ്ട് മാത്രം നിൽക്കുന്നു. അത് കഴിഞ്ഞ് നോറയെ കുറിച്ച് പറഞ്ഞു ലാസ്റ്റ് 2 ആഴ്ച ലക്ക് കൊണ്ട് മാത്രം നിൽക്കുകയാണ്. നന്ദന വന്ന് പറയുന്നത് ശ്രീധുവിനെയാണ്. ചേച്ചി ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടുമില്ല, പിന്നെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കൊന്നും അറിയത്തുമില്ല. പിന്നെ ജാസ്മിൻ ചേച്ചി വായിത്തു വന്നത് വിളിച്ചു പറയും, എനിക്കതൊട്ടും മനസ്സിലാവുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ വന്നിട്ട് താൻ എൻ്റെ പേര് വല്ലതും പറഞ്ഞ ജാസ്മിൻ, ഞാൻ ആദ്യം പറയാൻ പോണ നോറയുടെ പേരാണ്. നോമിനേഷൻ വരണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോമിനേഷൻ ഈ കുട്ടി വന്നിട്ടില്ല. പിന്നെ പറയണ ജാസ്മിൻ്റെ പേര്. മനുഷ്യ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം എനിക്ക് അവളുടെ ഗ്രാഫ് അവളെ ആദ്യം കണ്ടപ്പം അവളെ എതിരാളിയാണ് തന്നെ തോന്നി. നല്ല എനിക്ക് കഷ്ടമായല്ലോ, ഇത് ആരാണ്, ഇവള് നമ്മുടെ എതിരാളിയാണ്. പക്ഷേ പിന്നെ അവളുടെ ഗ്രാഫ് അങ്ങ് താന്നു. പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ അവളോട് ഫയർ ആവാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല, അവൾ തെറ്റിദ്ധരിച്ചാണ്. ഞാൻ
സത്യമായിട്ട് ഞാൻ പറയണം നെഞ്ചത്തൊട്ട്, ഞാൻ അവക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഓ അപ്പം ജാസ്മിൻ അയ്യോടാ എന്തൊരു വായോ എന്തൊരു കരച്ചിൽ, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് വാ മനുഷ്യ, എൻ്റെ പേര് പറഞ്ഞു നിങ്ങൾക്ക് ഞാനിന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ശ്രീതു വന്ന് പറഞ്ഞു നന്ദന. 2-3 പേരൊക്കെ ഉണ്ട്, അവർ ഗെയിം കളിക്കുന്നു. കറക്റ്റാണ്, ശ്രീതു പറഞ്ഞ കറക്റ്റാണ്. നന്ദന കളിക്കുന്നത് സിജോയുടെയും സായിയുടെയും പിൻബലത്തിലാണ്. പിന്നെ സായിയെ കുറിച്ച് പറഞ്ഞതും കറക്റ്റാണ്. ഒരു പല ആൾക്കാരോട് കുറച്ച് പേരോട് മാത്രം പോയിട്ട് പ്ലാൻ ഡിസ്കസ് ചെയ്യും. അവർ സായിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കും. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, സായിയുടെ ഗെയിം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയും കാര്യങ്ങൾ, കുറേ ആൾക്കാരുടെ ഗെയിമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു മൂവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.